എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും എൻ്റെ തല കുനിയുകയാണ്. എന്തു പറയണമെന്ന് പോലും അറിയാതെ ഞാൻ കുഴങ്ങുന്നു. കാസർഗോഡ് ഉള്ള ഒരു സുവിശേഷകൻ പറയുകയാണ്, ഞങ്ങളെപ്പോലുള്ളവർ വീടുകൾ തോറും ട്രാക്റ്റ് കൊടുത്തും തെരുവുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചും കർത്താവിൻ്റെ മഹത്വമേറിയ വേല വർഷങ്ങളായി ചെയ്തു വരുന്നു. ഇന്ന് വൈകിട്ട് എന്ത് കഴിക്കും എന്ന് പോലും ഉറപ്പില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന, കഷ്ടപ്പെട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾക്ക് ഇന്ന് ദുഃഖകരമായ ഒരു അനുഭവമുണ്ടായി. ഒരു വീട്ടിൽ സന്ദർശനം നടത്തവേ ആ വീട്ടുകാരൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പെന്തക്കോസ്തുകാർ ആദ്യം നിങ്ങളുടെ സഭയിലെ അടി നിർത്തിയിട്ട് വാ, എന്നിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിക്ക്. ആ വാക്കുകൾക്ക് എനിക്ക് മറുപടിയില്ലായിരുന്നു. ഞാനും ഭാര്യയും മറുപടിയില്ലാതെ തലകുനിച്ച് ഹൃദയവേദനയോടെ ഇറങ്ങിപ്പോന്നു. അടി നടത്തുന്നവർക്ക് ഇതൊരു വിഷയമേ അല്ല. ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഹൃദയവേദന ഉണ്ടാക്കുന്നു. അതിൻ്റെ തീവ്രത ആരും മനസ്സിലാക്കാൻ? പക്ഷേ ദൈവം കാണും. ഈ പ്രസ്ഥാനത്തെ ഇത്രയേറെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ നാണം കെടുത്തിയ രണ്ട് വിഭാഗങ്ങളെയും സുവിശേഷകരുടെ കണ്ണീർത്തുള്ളികൾക്ക് കണക്ക് പറയാൻ ദൈവം ഇടയാക്കട്ടെ. എന്താണ് IPCയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം? അധികാരവും സമ്പത്തും കണ്ട് ഭ്രാന്ത് പിടിച്ച രണ്ട് കൂട്ടർ. അവർക്ക് പൊതുജനമോ വിശ്വാസികളോ സഭയോ ദൈവത്തോടോ ഭയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റേജ് കണ്ടാൽ വിശ്വാസികളെ ദൈവാശ്രയബോധം പഠിപ്പിക്കുന്ന നേതാക്കളും അവരുടെ അനുയായികളും സ്വജീവിതത്തിൽ വട്ടപൂജ്യമാണ് എന്ന് തെളിയുന്ന സന്ദർഭങ്ങൾ. എന്താണ് കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭകളും പെന്തിക്കോസ്ത് സഭകളും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ ഈ സഭയിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് പരിശോധിക്കാം. 1. പരിശുദ്ധാത്മാവുണ്ടെന്ന് പറച്ചിലേ ഉള്ളൂ. വ്യക്തിപരമായി ആ അനുഭവം ഇവർ പ്രാപിച്ചിട്ടില്ല. 2. ദൈവാശ്രയബോധം എന്നേ ഈ സഭ ഉപേക്ഷിച്ചു കഴിഞ്ഞു. 3. സമ്പത്തിൻ്റെ ആധിക്യം, അധികാരത്തോടുള്ള അമിതാസക്തി. ഈ 3 കാര്യങ്ങൾ ഈ സഭയുടെ നേതൃത്വത്തെ അധപ്പതനത്തിൽ എത്തിച്ചു. ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ 2 സ്ത്രീകൾ കുഞ്ഞുങ്ങളുടെ തീർപ്പിനായി പരാതി പറയുന്ന സംഭവമാണ് ഇത്തരത്തിൽ ഞാൻ ഇവിടെ ഓർത്തു പോകുന്നത്. ഒരുത്തിയുടെ കുഞ്ഞു മരിച്ചുപോയി. ആ സ്ത്രീ മറ്റേ സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് സ്വന്തമാക്കിയപ്പോൾ 2 പേരുടെയും അവകാശവാദങ്ങൾ കേട്ട രാജാവ് ജീവനുള്ള കുഞ്ഞിനെ പകുത്തു നൽകാൻ തീരുമാനിച്ചു. അത് കേട്ട മാത്രയിൽ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, അത് അവൾക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് യഥാർത്ഥ അമ്മയുടെ മാതൃസ്നേഹം കാട്ടിയതുപോലെ ആ മനോഭാവമുള്ള ആരെയും IPCയുടെ ഈ സംഘർഷത്തിൽ കാണുന്നില്ല. എല്ലാവർക്കും സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ്. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സമാധാനകാംക്ഷികൾ എന്ന് പറയുന്നവർ പോലും മറ്റവളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചവൾക്കൊപ്പമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണവുമില്ല. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്തവർ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ സമയത്ത് കുമ്പനാട് വരെ ഒന്ന് പോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കലാലയ രാഷ്ട്രീയത്തോട് കിടപിടിക്കുന്ന പ്രചരണ തന്ത്രങ്ങൾ. കഷ്ടം. ഇവർ എങ്ങനെയാണ് നമ്മെ ഉപദേശിക്കുന്നത്? കുരുടൻ മറ്റൊരു കുരുടനെ എങ്ങനെയാണ് വഴികാട്ടുന്നത്? ഇവരിൽ എവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണുവാൻ കഴിയുക? സ്വന്തം താല്പര്യങ്ങൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും വേണ്ടി മാത്രം സഭയെ പൊതുജനമധ്യേ അപഹാസ്യരാക്കുവാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇത് ഏത് ആത്മാവാണ്? ഈ ആത്മാവിനെ വിവേചിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആയിരങ്ങളെ ലജ്ജിപ്പിക്കുന്ന നിങ്ങളുടെ ഈ നടപടി പെന്തക്കോസ്തു സമൂഹത്തിലെ നിഷ്കളങ്കരായ വിശ്വാസികളും ശുശ്രൂഷകന്മാരും അതീവ ദുഃഖത്തോടെയാണ് കാണുന്നത്. പ്രിയപ്പെട്ട ശുശ്രൂഷകന്മാരെ, സഭാവിശ്വാസികളെ, നമ്മളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ 2 വിഭാഗങ്ങളും അവരുടെ തലപ്പത്തിരിക്കുന്നവരും കാണിക്കുന്ന ഈ അഭ്യാസങ്ങളെ നാം തള്ളിക്കളയണം. പഴയ കാലത്തെ ആ നല്ല അനുഭവങ്ങൾ IPC എന്ന പ്രസ്ഥാനത്തിൽ വീണ്ടും തിരിച്ചു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അധികാരമോഹികളെ അടിച്ചോടിക്കുവാൻ ക്രിസ്തു ചാട്ടവാറുമായി ഇറങ്ങുന്ന കാലം വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ളവരെ യാതൊരു കാരണവശാലും നിങ്ങൾ ആത്മീയരായി കാണരുത്. ഈ പ്രശ്നങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭാഗഭാക്കായവരുണ്ട്. അവരെ സഭാവിശ്വാസികൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവരെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നവർ സൂക്ഷിക്കുക. ഇവർക്ക് നീലച്ചായത്തിൽ വീണ കുറുക്കൻ്റെ സ്വഭാവമാണുള്ളത്. പെന്തക്കോസ്തു സഭയ്ക്ക് അതിൻ്റേതായ അച്ചടക്കവും ദൈവിക സ്വഭാവവും ഉണ്ടാവണം. ഈ സ്ഥിതിവിശേഷത്തിൽ നിന്നും IPCയെ രക്ഷിക്കുവാൻ നമുക്കൊരുമിക്കാം. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണുന്നവരെയും നമസ്കാരം.
പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.